ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തെ വിശേഷങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോവാണ്. അതായത് ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ വളരെ തിരക്ക് പിടിച്ച എൻ്റെ ഒരു ദിവസം. എൻ്റെ ഒരു ബിസി ഡേ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്താ പറയുക, പലപ്പോഴും പല രീതിയിലുള്ള ബിസിയാണ്. ഇന്നൊരു കേറ്ററിംഗ് ബിസി ഡേ ആണ്. ഇന്നൊരു കേറ്ററിംഗ് വർക്കുള്ള ദിവസമാണ്. പക്ഷേ കല്യാണ സദ്യ അല്ല, വെജിറ്റേറിയൻ നോൺ വെജ് അല്ല, പക്ഷെ വെജിറ്റേറിയൻ വൈകുന്നേരത്തെ ഒരു ഈവനിങ് റിസപ്ഷനാണ്. ഒരു 10,000 പേർക്കുള്ളൊരു വർക്കാണ്. കുറച്ച് വലിയൊരു റിസപ്ഷനാണ്. ഇപ്പോൾ ട്രിവാൻഡ്രം ക്ലബ്ബിൽ വെച്ച് സുബ്രഹ്മണ്യ ഹാളിൽ വെച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ വർക്ക് തുടങ്ങിക്കഴിഞ്ഞു. ഏർലി മോർണിംഗ് തന്നെ സ്റ്റാർട്ട് ചെയ്യും. തലേ ദിവസം രാത്രി തന്നെ എല്ലാ കാര്യങ്ങളും ഒക്കെ പോയി ചെയ്ത് നിങ്ങൾക്ക് അറിയാലോ ഒരു പാറ്റേൺ. ഏർലി മോർണിംഗ് കട്ടിങ് ചോപ്പിംഗ് എല്ലാം തുടങ്ങി. അതിൻ്റെ ആയിട്ടുള്ള പരിപാടികൾ പല സ്റ്റേജസിലാണ്. അപ്പോൾ ഞാനും അതിനകത്തൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഫുൾ ടീമും വന്നിട്ടുണ്ട്. അവരെല്ലാവരുമായിട്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. ഇൻ ബിറ്റ്വീൻ ഞാൻ വിചാരിച്ചു ഇതൊരു വ്ളോഗാക്കാം. അപ്പോൾ ആ വ്ളോഗിൻ്റെ ഭാഗമായിട്ട് ഞാൻ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റും ഒരു ചെറിയ സിമ്പിൾ ലഞ്ചൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ആ ബ്രേക്ക്ഫാസ്റ്റ് സംതിങ് ഡിഫറെൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ വിചാരിച്ചു. സിമ്പിളാണ്, പക്ഷെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ഏതെങ്കിലും ഒരു ചട്നിയും ഒരു ദോശ ആയിക്കോട്ടെ വിചാരിച്ചു. ഒരു ഗാർലിക് ചട്നിയും പിന്നെ ഒരു സ്പെഷ്യൽ ദോശയാണ് ഉണ്ടാക്കുന്നത്, ഇൻസ്റ്റൻറ്റ് ദോശ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇപ്പം നമുക്ക് കൊച്ചടുക്കളയിൽ പോയിട്ട് ഞാൻ ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കേറ്ററിംഗ് വിശേഷങ്ങൾ കാണാം. പിന്നെ കുളിച്ച് റെഡിയായി പുറത്ത് പോകുന്നതും അവിടുത്തെ ഹാളിൻ്റെ കാര്യങ്ങളും എല്ലാം മൊത്തം ചോട്ട് ഇന്നെൻ്റെ ബിസി ഡേ കാണും. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഒന്ന് ജസ്റ്റ് ഒന്ന് മേലൊക്കെ കഴുകിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോകണു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ കേറ്ററിംഗ് കിച്ചൺ വിശേഷം അങ്ങനെ ഇന്നത്തെ ദിവസത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഷെയർ ചെയ്യാം. ഓക്കെ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. സത്യം പറഞ്ഞാൽ പല ദിവസവും ഞാൻ വിചാരിക്കും നമ്മുടെ പല കാര്യങ്ങളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം, കുറച്ച് എന്താ പറയുക, നമ്മുടെ വ്ളോഗിനെ കളർഫുൾ ആക്കണം എന്നൊക്കെ ഉണ്ട്. സമയക്കുറവാണ് കേട്ടോ, പലപ്പോഴും ഷൂട്ട് ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ എന്തായാലും ഇന്ന് പ്ലാൻ അനുസരിച്ചിട്ട് പോട്ടെ കാര്യങ്ങൾ. അപ്പോൾ കാണാം. ഓക്കെ, ഇനി നേരെ കൊച്ചടുക്കളയിലേക്ക് പോകാം. അന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ട് കൊച്ചടുക്കള. അപ്പോൾ ഇന്ന് അധിക സമയമൊന്നുമില്ല നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ടൊരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ചെറുപരിപ്പ് ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ തലേദിവസം എടുത്തിട്ടതാണ്. അല്ലാതെ നിങ്ങൾ ഇടുകയാണെങ്കിൽ ഒരു 4-5 മണിക്കൂർ കുതിർന്നാൽ മതിയാകും. അതിപ്പോൾ 1 കപ്പ് വെള്ളത്തിൽ കുതിർന്നത് റെഡിയാണ്. പിന്നെ കുറച്ച് റവ വേണം, ബോംബെ റവ. അതിവിടെ ഉണ്ട്. ബോംബെ റവ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, വൈറ്റ് മണൽ പോലെ ഇരിക്കുന്നത്. അപ്പോൾ അത് 1 കപ്പ്. ഇതിപ്പോൾ 1 കപ്പ് ബോംബെ റവ വൈറ്റ്. ഇത് റോസ്റ്റഡാണ്. റോസ്റ്റഡ് എന്ന് പറഞ്ഞാൽ തന്നെ വാങ്ങാൻ കിട്ടും. അത് ഇച്ചിരി വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് വയ്ക്കാം. ഇച്ചിരി എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ 1 കപ്പ്. ഇപ്പോൾ 1 കപ്പ് ബോംബെ റവയിൽ ഇപ്പോൾ ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചു. ഇതൊന്ന് കുതിർന്ന് ഒരു 5-10 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. പെട്ടെന്നാകും, ഒന്ന് കുതിർന്ന് കിട്ടിയാൽ മതി. എന്നിട്ട് നമ്മളിത് അരയ്ക്കണം. അതായത് ഈ ചെറുപരിപ്പും കുതിർന്നതും ഈ കുതിർന്ന് വരുന്ന നമ്മുടെ റവയും കൂടി ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കും. ഒരു മിക്സിയുടെ ജാറിലേക്ക് കുതിർന്ന ചെറുപരിപ്പ് 1 കപ്പേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ കുതിർന്ന് കഴിയുമ്പോൾ എന്തോരം ക്വാണ്ടിറ്റി ഉണ്ടോ നോക്കിയേ, നല്ല ക്വാണ്ടിറ്റി. ഓക്കെ, പകുതി ഇടാം. ആദ്യം ഇത്രയും ഒരു ഹാഫും റവയുടെ ഒരു പകുതിയും കൂടി ഇട്ടിട്ട് ആദ്യം അരയ്ക്കാം. ഒരു 10 മിനിറ്റ് സമയമായിട്ടുള്ളൂ. ഇതേ നോക്കിയേ, കുതിർന്നു. അപ്പോൾ ഇതിൻ്റെ പകുതി ഇപ്പം ഞാൻ 2 പ്രാവശ്യമായിട്ടിട്ട് അരയ്ക്കുന്നുണ്ട്. രണ്ടും പകുതി. ഇതിൻ്റെ പകുതിയും കൂടി റവ കുതിർന്നത് ഹാഫ്. ഇതുപോലെ ബാക്കിയിരിക്കുന്ന റവയും ബാക്കിയിരിക്കുന്ന ചെറുപരിപ്പും കൂടി ഇതേപോലെ ഒരു സെക്കൻഡ് റൗണ്ടും അരച്ചെടുക്കാം. അപ്പോൾ ഇത് ആദ്യത്തെ റൗണ്ട് അരച്ച് മാറ്റാം. അങ്ങനെ ആദ്യത്തെ ഭാഗം അരച്ചത് ഇതേപോലെ പേസ്റ്റായിട്ട് അരച്ചെടുത്തു, സ്മൂത്ത്. നമ്മുടെ ദോശ ബാറ്റർ ഈസ് ഗെറ്റിംഗ് റെഡി. ഇനി ബാക്കിയിരിക്കുന്ന ചെറുപരിപ്പും സെക്കൻഡ് ലോട്ടും അരച്ച് കഴിയും. നല്ല സ്മൂത്തായിട്ട് കണ്ടില്ലേ. അപ്പോൾ ഇതിന് ആവശ്യാനുസരണം കുറച്ച് വെള്ളം കൂടി, അപ്പോൾ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ആ വെള്ളം കൂടി ഇച്ചിരി ഒഴിച്ചിട്ട് ഒരു ദോശ ബാറ്ററിൻ്റെ പാകമാക്കി എടുക്കാം. അത്യാവശ്യം ഒരു ദോശ ബാറ്ററിൻ്റെ അയവായി കഴിഞ്ഞു. ഇനി ഇതിൽ ഇച്ചിരി ഉപ്പ് ചേർക്കണം, ദോശയ്ക്ക് ആവശ്യമുള്ള ഉപ്പ്. ഇനി ദോശക്കല്ല് ചൂടാക്കുന്നു, ദോശ ഉണ്ടാക്കുന്നു. അത് ഒരു കാര്യം. ഇതിവിടെ ഇരിക്കട്ടെ. അപ്പോൾ മാവ് റെഡിയാണ്. പക്ഷേ മാവ് നമ്മളിത് ഇൻസ്റ്റൻറ്റ് ദോശയാണ് കേട്ടോ. അപ്പം തന്നെ ചുടുന്നു, അപ്പം തന്നെ കഴിക്കുന്നു. അപ്പോൾ നമ്മൾ റവ ദോശയൊക്കെ കഴിക്കുന്ന പോലെ തന്നെ കഴിക്കാം. ഇൻസ്റ്റൻറ്റ്, പൊളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അത് കഴിക്കാൻ ചൂടായിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചമ്മന്തി നേരത്തെ റെഡി ആകണമല്ലോ. അതുകൊണ്ട് തന്നെ ചമ്മന്തി ഓൾറെഡി അരച്ച് വെക്കണം. എന്ത് ചമ്മന്തി ആണെങ്കിലും, തേങ്ങാ ചമ്മന്തി ആണെങ്കിൽ അങ്ങനെ. പക്ഷേ ഞാനിപ്പോൾ തേങ്ങാ ചമ്മന്തി അല്ല, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു സിമ്പിൾ ചമ്മന്തി, അതായത് ഗാർലിക് വെളുത്തുള്ളി ചട്നിയാണ്. അപ്പോൾ 20 ഗാർലിക് വലിയ അല്ലിയാണ്.
ഒരു 10 വറ്റൽ മുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കുഞ്ഞ് പീസ്, ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. പുളി നമ്മൾ നോക്കി ചേർത്താൽ മതി ആവശ്യാനുസരണം. ഇത് അത്യാവശ്യം എരിവുള്ളതാണ്. പിന്നെ കുറച്ച് കായപ്പൊടി ചേർക്കണം. കുറച്ച് ഓപ്ഷണലാണ്. ഉഴുന്ന് പരിപ്പും കടലപ്പരിപ്പും കൂടി ചേർത്താൽ കുറച്ചുകൂടി കൊള്ളാം. വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ അത്, ഇല്ലാതെ ഇത് മാത്രം വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ ഇച്ചിരി ഉഴുന്ന് പരിപ്പും കടലപ്പരിപ്പും കൂടി ചേർത്തിട്ടായിരിക്കും ചെയ്യാൻ പോകുന്നത്. പിന്നെ ഉപ്പ്, ഇത്ര കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യം ഒന്ന് വറുക്കാം. ഇച്ചിരി വെളിച്ചെണ്ണയിൽ ജസ്റ്റ് വറുത്തെടുക്കാം. ഒന്ന് ചൂടാകട്ടെ. അത് കഴിഞ്ഞിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആദ്യം വറ്റൽമുളക് വറുത്ത് മാറ്റാം. അത് കഴിഞ്ഞിട്ട് വെളുത്തുള്ളി വഴറ്റി മൂപ്പിച്ചെടുക്കാം. ഇനി ഇച്ചിരി വെളിച്ചെണ്ണ. ഈ 10 വറ്റൽമുളകിനെ ഞാൻ രണ്ടായിട്ട് മുറിച്ചിടാൻ പോകുന്നു. ഓക്കെ, വറുക്കാൻ കുറച്ചുകൂടി ഈസിയാണ്. നല്ല മൂപ്പിച്ചെടുക്കാം. ഇനി നമ്മുടെ വറ്റൽ മുളക് മൂത്ത് കഴിഞ്ഞു. ഇനി അത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതൊരു സൈഡിലിരിക്കട്ടെ. ഇനി നമ്മുടെ വെളുത്തുള്ളി ഒന്ന് വറുത്തെടുക്കാം. ഇനി നമുക്ക് എണ്ണയിലേക്ക് വെളുത്തുള്ളി, മുറിക്കുന്നൊന്നുമില്ല, മുഴുവനെ തന്നെ ഇടുകയാണ്. വെളുത്തുള്ളിയുടെ നിറമൊക്കെ മാറി തുടങ്ങുന്നു. ഒരു ഗോൾഡൻ ബ്രൗൺ ആയിക്കോട്ടെ. അത് വേകുകയും ചെയ്യും ഉള്ളിൽ. ഞാനിപ്പോൾ എല്ലാം വെളിച്ചെണ്ണയിലാണ് വഴറ്റുന്നത്. വേണമെങ്കിൽ നല്ലെണ്ണയിലും ചെയ്യാം. അപ്പോൾ ഗാർലിക് റെഡി. എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി നമ്മുടെ പുളിയെ കൂടി ഒന്ന് വറുക്കാം. പുളി പാകത്തിന് മൂത്തിട്ടുണ്ട്. പുളിയും മാറ്റാം. ഇനി 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും 1/2 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടി വറുത്തെടുക്കാം. ഈ എണ്ണയൊക്കെ കുറച്ചെല്ലാം അതിൽ പറ്റിയിരിക്കുന്നുണ്ടല്ലോ, അത് മതിയാകും. അപ്പോൾ പാകത്തിന് മൂത്ത് കഴിഞ്ഞ് തീ ഓഫ് ചെയ്യുന്നു. കടലപ്പരിപ്പും ഉഴുന്നും പരിപ്പും ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതെല്ലാം കൂടി ഇച്ചിരി ഉപ്പും കൂടി ചേർത്തിട്ട് അരച്ചെടുക്കാം. ഒരല്പം ഉപ്പെടുക്കട്ടെ. ചമ്മന്തിക്ക് ആവശ്യമുള്ള ഉപ്പ് കുറച്ചേ ഉള്ളൂ, കൂടുതലല്ല അത്. അങ്ങനെ നമ്മുടെ ഗാർലിക് ചട്നിയുടെ ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം അരച്ചെടുത്ത് കഴിഞ്ഞു. ഇനി ഒന്ന് താളിച്ചിട്ട് അതിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി കുറച്ച് വെളിച്ചെണ്ണയിൽ താളിക്കാം. ഇത് വെളിച്ചെണ്ണയ്ക്ക് പകരം നല്ലെണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ ചോയ്സ്. എണ്ണ ചൂടായി തുടങ്ങി. കടുക് 1/2 ടീസ്പൂൺ, 1/2 മുതൽ 1 ടീസ്പൂൺ വരെ ആകാം, കുഴപ്പമൊന്നുമില്ല. വറ്റൽമുളക്, കറിവേപ്പില. ഇതോടൊപ്പം ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി. നല്ല മണം. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചട്നി. ഒരല്പം വെള്ളം കൂടി ഞാൻ നമ്മുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഒഴിക്കാം. നമ്മുടെ ഗാർലിക് ചട്നി ഈസ് ഗെറ്റിംഗ് റെഡി. ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ ശർക്കരയുടെ പൊടി. അതും കൂടി ആകുമ്പോൾ കറക്റ്റ് ബാലൻസിങ് ആയിരിക്കും. എരിവ്, പുളി, ആ മധുരമൊന്നും അറിയില്ല, ബാക്കിയെല്ലാം ഓക്കെ. സംഭവം റെഡി. ഇച്ചിരിയുടെ എണ്ണയൊക്കെ വേണമെങ്കിലും ആകാം. ഞാൻ പിന്നെ അധികം എണ്ണ വേണ്ട വിചാരിച്ചു. ഇത് എണ്ണ ഫ്ലോട്ട് ചെയ്യുന്ന പോലെ ഒഴിക്കുന്നതും ഭയങ്കര ടേസ്റ്റാണ്. അത് കുറച്ചുകൂടി വേണമെങ്കിലാവാം. വെളിച്ചെണ്ണ ഓർ നല്ലെണ്ണ. അങ്ങനെ വെളുത്തുള്ളി ചട്നി റെഡി. ഓക്കെ, വെളുത്തുള്ളി ചട്നി റെഡി ആയി കഴിഞ്ഞു. ഇനി അത് മാറ്റാം അടുപ്പിൽ നിന്ന്. എന്നിട്ട് നമുക്ക് ദോശ ചുട്ട് തുടങ്ങാം. ഓക്കെ, ഇത് ഇൻസ്റ്റൻറ്റ് ദോശയാണ്, പുളിക്കേണ്ട ആവശ്യമില്ല. നല്ല നൈസായിട്ട് നമുക്ക് നെയ്ദോശ പോലെ തന്നെ ചുട്ടെടുക്കാം. അങ്ങനെ തന്നെ ചെയ്യാം. പിന്നെ ഇതിപ്പോൾ ഞാൻ 1 കപ്പ് റവ ചേർത്തു. അത്രയും വേണമെന്നില്ല, 1/2 കപ്പ് ചേർത്താലും മതി. ഇത് റവയുടെ അളവ് കൂടുന്നതിനനുസരിച്ച് ആ ചെറിയൊരു ടെക്സ്ചർ വ്യത്യാസം ഉണ്ടാവും. അപ്പം ഈ ചെറുപരിപ്പിൻ്റെ അളവ് കൂട്ടിയിട്ട് 1 കപ്പിന് 1/2 കപ്പ് റവ ചേർത്താലും മതി. അങ്ങനെയും ചെയ്യാം. അപ്പോൾ കല്ല് ചൂടായി തുടങ്ങി. ഇനി എണ്ണ
എണ്ണ തടവിയിട്ട് ഇനി ഒരു തവി മാവ് കോരി ഒഴിക്കും. ഇത് നമ്മളൊരു ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കില്ലേ, ഏതാണ്ട് ആ ഒരു ടെക്സ്ചറായിരിക്കും വരുന്നത്. ഇനി തീ അല്പം കൂട്ടി കൊടുക്കാം. നെയ്യ് വേണമെങ്കിൽ ഒരല്പം നെയ്യൊക്കെ ചേർത്തിട്ട് തിരിച്ചു മറിച്ചു വിട്ട് തന്നെ ചുട്ടെടുക്കണം. നെയ്യ് വേണമെങ്കിൽ ചേർത്താൽ മതി, വേണ്ടെങ്കിൽ ചേർക്കണമെന്നില്ല. വേണമെങ്കിൽ ഒരല്പം. എനിക്ക് നെയ്യ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ചേർക്കുന്നതേ ഉള്ളൂ. ആക്ച്വലി ആവശ്യമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഒരു ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്ന ആ ഒരു എഫക്റ്റിൽ തന്നെ നമുക്ക് ഈ ചെറുപരിപ്പും റവ ദോശ ഇത് ആകുമ്പോൾ രണ്ട് സൈഡിൽ നിന്ന് എല്ലാ സൈഡിൽ നിന്നും ഇങ്ങനെ സ്വന്തമായിട്ട് ഇങ്ങനെ പൊങ്ങി വരും. അന്നേരം തിരിച്ചിട്ട് കൊടുക്കാം. റവയുടെ അളവ് കുറയുകയാണെങ്കിൽ ടെക്സ്ചറിലൊരു ചെറിയ വ്യത്യാസം ഉണ്ടാവും. ഇതിപ്പോൾ ഞാൻ ഇച്ചിരി കൂടുതലല്ലേ റവ ചേർത്തിരിക്കുന്നത്. 1:1 ആയിരുന്നു ചെറുപരിപ്പും റവയും ഒരേ അളവ്. ചെറുപരിപ്പ് കൂടുതലും റവ നേരെ പകുതിയാണെങ്കിൽ ടെക്സ്ചർ കുറച്ചുകൂടി ഒന്ന് മാറും. കുറച്ചുകൂടി നോക്കി ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ടോ, സൈഡ്സൊക്കെ ഇങ്ങനെ വിട്ട് വരുന്നത്. ഒരുപാടും ഇല്ലാണ്ട് ചുട്ടെടുക്കാം. ഒരു ലൈറ്റ് യെല്ലോ കളറിലെ ദോശയാണിത്. നല്ല രസമുണ്ട്, കാണാനൊക്കെ നല്ല ലുക്കാണ്, കാണാനും ടേസ്റ്റും. പുളിയൊന്നും വേണ്ട. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഗോതമ്പ് ദോശയൊക്കെ കഴിക്കുന്ന ആ ഒരു ഇഫക്റ്റിൽ കഴിക്കാം. പക്ഷേ ഭയങ്കര ഹെൽത്തിയാണ്, പ്രോട്ടീനാണ്. ആ ചെറുപരിപ്പം എന്ന് പറഞ്ഞാൽ നിറച്ച് പ്രോട്ടീനാണല്ലോ. ഫസ്റ്റ് ദോശ ഐസ് റെഡി. ഇനി വീണ്ടും അതേപോലെ എണ്ണ തടവുന്നു. രണ്ടാമത്തെ ദോശയും റെഡി. ഇത് ചൂടായിട്ട് കഴിച്ചാൽ കൂടുതൽ നല്ലത്. ഇത് നോക്കിക്കോളൂ. ഇനി അത് വീണ്ടും ഇങ്ങനെ ഒഴിച്ച് ഞാൻ ഇങ്ങനെ ചുട്ടെടുക്കാൻ പോകും. അത്രയേ ഉള്ളൂ, സിമ്പിൾ. കല്ലിൻ്റെ ചൂട് വളരെ പ്രധാനമാണ്. എന്താ പറയുക, വളരെയധികം ചൂടായി കിടക്കുകയാണെങ്കിൽ ഏത് ദോശയാണെങ്കിലും പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടാകും. കല്ല് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി വെള്ളമൊക്കെ കുടഞ്ഞ് അതിൻ്റെ ചൂടൊന്ന് ക്രമീകരിക്കണം, എന്നിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ. ഇച്ചിരി ഈ ടൈപ്പ് ദോശ ആയതുകൊണ്ട് നെയ്യൊന്നും അധികം വേണ്ട, ഇങ്ങനെ തൊട്ടാൽ മതി. അത് നന്നായിട്ട് സ്പ്രെഡ് ആവാൻ അത്രയും ഇങ്ങനെ കിടക്കും. ഇത് ഞാൻ കുറച്ച് ക്രിസ്പി ആയിട്ട് തന്നെ എടുത്തു എനിക്ക് കഴിക്കാനായിട്ട്. ഓക്കെ, പിന്നെ ഗാർലിക് ചട്നി നോക്കിയേ, ഗംഭീരമായിട്ടിരിക്കുന്നതാണ്. ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഹൽവ മാതിരി ഇരിക്കുന്നു. ഓക്കെ, ഇങ്ങനെ ആഹാ, വെരി സ്മൂത്ത്. അപ്പോൾ ഞാൻ ടേസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ കഴിക്കാൻ പോകും. ഓക്കെ, ഒരു ദോശ ക്രിസ്പി എന്താ അടിപൊളി ഗാർലിക് ചമ്മന്തിയായിട്ട് കഴിക്കാൻ പോകുന്നു. ഇതിപ്പോൾ ഞാൻ നല്ല കരുകരുപ്പായിട്ട് ക്രിസ്പി ആക്കി എടുത്തു. അങ്ങനെ വേണമെന്നില്ല, അതിനെക്കാട്ടും ഇതായിട്ട് ചെയ്യാൻ വേണമെങ്കിൽ. നോക്കി, ഹൽവ പോലെ ഇരിക്കുന്ന ഗാർലിക് ചമ്മന്തിയും അടിപൊളി. ഉടുമോള് ഭയങ്കര കരച്ചിൽ ഇങ്ങോട്ട് വരാനായിട്ട്. മുന്നെടുത്തു ദോശ. അയ്യോട്ടോ, എങ്ങനെയുണ്ട് മോളെ ദോശ? കരികരിപ്പുള്ളത് ഇഷ്ടപ്പെട്ടോ? അവന് ചട്നി കൊടുക്കാൻ പറ്റില്ല, ദോശ ഉള്ളി. ഓക്കെ, മുന്നേ ദോശ ഓക്കെയാണ്, അപ്രൂവ്ഡ്. നമ്മുടെ കുട്ടി കരഞ്ഞു വിളിച്ച് വന്നിരിക്കുകയാണ്. ഇവിടെ ഷൂട്ട് നടക്കുന്ന കണ്ടിട്ട് പൂടുവിന് അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല അല്ലേ മുന്നേ. അമ്മമ്മ എടുത്ത് വരാൻ ഓടി വന്നു. ഓക്കെ, ശരി. അപ്പോൾ എന്തായാലും കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അപ്പോൾ ഇതുപോലെയാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ എനിക്ക് കുറേ ജോലിയുണ്ട്. അപ്പോൾ കാണാം ബാക്കി വിശേഷങ്ങൾ. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ കേറ്ററിംഗ് കിച്ചണിലെ വിശേഷങ്ങൾ കുറച്ചൊക്കെ പങ്കുവയ്ക്കാം. കേറ്ററിംഗ് കിച്ചണിലെ വർക്ക് പുരോഗമിച്ച് തുടങ്ങിയിട്ടുണ്ട് നല്ല രീതിയിൽ. നമ്മൾ സത്യം പറഞ്ഞാൽ ഏർലി മോർണിംഗ് സ്റ്റാർട്ട് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഏകദേശം അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് കാര്യങ്ങളൊക്കെ. വെജിറ്റബിൾ സ്റ്റൂവിന് വേണ്ട വെജിറ്റബിൾസൊക്കെ ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുന്നു. ഒരു
സോസ് പാനിൽ. പിന്നെ അതുപോലെ തന്നെ സ്നേക്ക് ഹാർട്ട് ചില്ലിക്ക് വേണ്ടിയിട്ട്, സ്നേക്ക് ഹാർട്ട് ചില്ലി എന്ന് പറയുമ്പോൾ പടവലങ്ങ വെച്ചിട്ടുള്ള ഒരു ചില്ലിയാണ് ചെയ്യുന്നത്. അത് നമ്മുടെ എന്താ പറയുക, എൻ്റെ കേറ്ററിങ്ങിൽ അത്യാവശ്യം നല്ല ആൾക്കാർക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അത് പടവലങ്ങ ഫ്രിട്ടേഴ്സ് പോലെ ആദ്യം ഒന്ന് വറുത്തെടുത്തിട്ടാണ്, നമ്മളിപ്പോൾ കോളിഫ്ലവർ ഒക്കെ ചെയ്യില്ലേ അതുപോലെയാണ് അത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ പടവലങ്ങ പീസസും ഇങ്ങനെ മാവിൽ മുക്കി നമ്മളിങ്ങനെ എണ്ണയിൽ വറുത്ത് കോരുന്ന ആ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. പിന്നെ പനീർ ബട്ടർ മസാലയാണ് മറ്റൊരു ഐറ്റം. അതിൻ്റെ ഗ്രേവിയാണ് സെപ്പറേറ്റ് ഇങ്ങനെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജസ് ആണ് കേട്ടോ. ഏകദേശമൊക്കെ കസൂരി മേത്തിയുടെ പൊടിച്ചതാണ് ഇങ്ങനെ മേളിൽ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. പിന്നെ സാമ്പാറിന് വേണ്ടിയിട്ട് കത്തിരിക്ക ചോപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ പനീർ ബട്ടർ മസാലയുടെ പനീർ ചോപ്പിംഗ് ഒരു സൈഡിൽ നടക്കുന്നു. പിന്നെ സാമ്പാറിന് വേണ്ടിയിട്ടുള്ള ബാക്കി പച്ചക്കറികൾ ചോപ്പ് ചെയ്യുന്ന തിരക്കിലാണ്. സ്റ്റാഫെല്ലാം കുറച്ച് പേരുണ്ട്, എല്ലാവരും വലിയ തിരക്കിൽ തന്നെയാണ്. അപ്പോൾ ഇന്ന് സത്യം പറഞ്ഞാൽ ലൈവായിട്ടുള്ള ദോശ കൗണ്ടറൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ പലതരം ദോശയുണ്ട്. മസാല ദോശ, പൊടി ദോശ, തട്ട് ദോശ. അപ്പോൾ ഈ ദോശ എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ സാമ്പാർ വേണം, ചട്നി വേണം, 2-3 തരം ചട്നി ഉണ്ട്. അതുകൊണ്ടാണ് ഈ സാമ്പാറൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ ഈ ഒരു ടൈമിൽ. ചട്നിയും ഒക്കെ ലാസ്റ്റ് ആയിരിക്കും ചമ്മന്തി പലതരം ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ പനീർ ബട്ടർ മസാലയുടെ ലാസ്റ്റ് സ്റ്റേജസിലേക്ക് എത്തിക്കഴിഞ്ഞു. നിറയെ ഫ്രഷ് ക്രീം ഒഴിക്കണം, അതൊരു മസ്റ്റാണ് കേട്ടോ. അപ്പോൾ ധാരാളമായിട്ട് ഞാൻ ഫ്രഷ് ക്രീമൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കാര്യം അതൊക്കെയാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കൂട്ടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒരു കാര്യത്തിൽ നമ്മളിങ്ങനെ പിശുക്ക് കാണിക്കാൻ പാടില്ല. എല്ലാം നമ്മൾ വീട്ടിൽ നമുക്ക് വേണ്ടി എങ്ങനെ ഉണ്ടാക്കുന്നോ അതേ ഒരു പാറ്റേണിൽ തന്നെ ചെയ്യണം. എല്ലാം ദ്രുതഗതിയിൽ നടന്നുകൊണ്ടേയിരിക്കുന്നു. ലൈവായിട്ടുള്ള ചപ്പാത്തി, പൊറോട്ടാസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ലൈവ് ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് മാവ് ഇവിടുന്നേ കുഴച്ചിട്ട് പോകണം. അതുപോലെ പൊറോട്ടയുടെ മാവും നമ്മൾ ഓൾറെഡി കുഴച്ച് വെച്ചിട്ടുണ്ട്. അത് കുറച്ച് നേരം നേരത്തെ വെക്കണം. അങ്ങനെയുള്ള കുറേ തയ്യാറെടുപ്പുകൾ നടക്കുന്നു ഒരു സൈഡിൽ. ഇപ്പോൾ ഏകദേശം എല്ലാ കാര്യങ്ങളും റെഡി ആയി കഴിഞ്ഞു. വെജിറ്റബിൾ പുലാവിൻ്റെ റൈസ് എല്ലാം സെറ്റായി കഴിഞ്ഞു. വെജിറ്റബിൾ പുലാവ് ഈസ് ഓൾമോസ്റ്റ് റെഡി. സാമ്പാർ റെഡി ആയി കഴിഞ്ഞു. പിന്നെന്താ, സ്നേക്ക് ഹാർട്ട് ചില്ലി റെഡി ആയി കഴിഞ്ഞു. ഈ റെഡിയായ കാര്യങ്ങളെല്ലാം തന്നെ പകർന്ന് നമ്മൾ കൊണ്ടുപോകാനുള്ള പകർച്ച പാത്രങ്ങളിലേക്ക് മാറ്റുകയാണ്. നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ലോഡിംഗ് ആണ്. കാര്യം അവിടെ 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 3:30 മണിയാകുമ്പോൾ ലോഡിംഗ് തുടങ്ങിയാലേ നമുക്ക് 5 മണിക്ക് മുന്നേ അവിടെ എല്ലാം സെറ്റാക്കാൻ പറ്റുള്ളൂ. വണ്ടിയിലേക്ക് നമ്മുടെ സ്റ്റാഫ് തന്നെ കയറ്റി തുടങ്ങിയിട്ടുണ്ട്. എല്ലാം നല്ല ഹെവിയാണ്. അപ്പോൾ ഇവരെല്ലാവരും കൂടി ചേർന്ന് അത് വാഹനത്തിലേക്ക് മാറ്റുന്നു. ഗ്യാസ് കുറ്റി ഉൾപ്പെടെ കൊണ്ടുപോകണം. കാരണം ലൈവ് കൗണ്ടേഴ്സ് കുറച്ചുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ അതിനൊക്കെ അടുപ്പ് കത്തിക്കാനായിട്ട് ഇവിടുന്ന് തന്നെയാണ് ഗ്യാസ് എല്ലാം കൊടുത്തു വിടുന്നത്, സിലിണ്ടേഴ്സ്. അപ്പോൾ ഫുഡ് 2 ട്രിപ്പായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എല്ലാം കഴിഞ്ഞു, തിരിച്ച് എത്തി. അപ്പോൾ ഇനി ഞാൻ ഇറങ്ങുന്നു. ഞാനൊന്ന് റെഡിയായി ഇറങ്ങുകയാണ്. ഇനി അവിടെ ചെന്നിട്ട് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഓൾറെഡി അതെല്ലാം സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അവിടെ ചെന്നിട്ട് ലാസ്റ്റ് മിനിറ്റ് ഫൈനൽ എന്തെങ്കിലും കുറവോ കൂടുതലോ ഒക്കെ ഉണ്ടെങ്കിൽ ചെന്നിട്ട് മാനേജ് ചെയ്യാം. അപ്പോൾ അതിന് ഇറങ്ങുകയാണ്. ഞാൻ അവിടെ തന്നെ ഉണ്ടാവും തീരുന്നവരെ. സുബ്രഹ്മണ്യം ഹാള് എത്തിക്കഴിഞ്ഞു. അവിടെ ഇപ്പോൾ കംപ്ലീറ്റ് ഡെക്കറേഷൻസ് എല്ലാം കഴിഞ്ഞ് റെഡിയായി നിൽക്കുകയാണ്. ആൾക്കാർ വരുമ്പോൾ തന്നെ വളരെ രസകരമായിട്ട് ലൈറ്റപ്പ് ഒക്കെ ആയിട്ട് നല്ലതായിട്ട് ആർച്ച് പോലെയൊക്കെ ലൈറ്റൊക്കെ വെച്ച് സ്റ്റേജും പിന്നെ അതുപോലെ ഹാളിൻ്റെ അകത്തെ കാര്യങ്ങൾ, ഇതുപോലെ എൻട്രൻസിൻ്റെ കാര്യങ്ങൾ, അതെല്ലാം തന്നെ ഓൾറെഡി അതൊക്കെ സെറ്റ് ചെയ്യുന്ന ആൾക്കാർ വന്ന് നേരത്തെ തന്നെ എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ടെല്ലാം ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ട് ഗംഭീരമായിട്ടുണ്ട്. പിന്നെ ഒരു സൈഡിലായിട്ട് ലൈവ് കൗണ്ടേഴ്സ്, അതായത് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ആൾക്കാർ വരുമ്പോൾ തന്നെ പല പല കാര്യങ്ങൾ ലൈവായിട്ട് ഇപ്പോൾ കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. അതായത് പല ടൈപ്പ് ഓഫ് ബ്ലാക്ക് ടീ, ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സിലെ ബ്ലാക്ക് ടീ കൗണ്ടർ ഉണ്ട്. അതൊക്കെ ലൈവ് കൗണ്ടേഴ്സാണ്. അതുപോലെ മറ്റൊരു ലൈവ് കൗണ്ടറാണ് നല്ല ചൂട് ചായ, കോഫി, പിന്നെ ഹോർലിക്സ്, ബൂസ്റ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല ചൂടായിട്ട് ഉണ്ടാക്കി കൊടുക്കും. അത് കൂടാണ്ട് ഹോട്ടായിട്ട് സ്നാക്സ് കൊടുക്കുന്ന പരിപാടിയുണ്ട്. അപ്പം അവിടെ തന്നെ ഇങ്ങനെ നമുക്ക് കണ്ടുകൊണ്ട് കഴിക്കാമെന്ന് പറയില്ലേ, പഴംപൊരി, പലതരം ബജി എന്ന് പറയുമ്പോൾ അത് മുളക് ബജി ഉണ്ടാകും, പിന്നെ വെച്ചിട്ടുള്ള ബജി ഉണ്ടാകും, അങ്ങനെ പല ടൈപ്പ് ഓഫ് പൊട്ടറ്റോ ബജി ഉണ്ടാകും. ബജീസ് അത് നമ്മളോട് ഓർഡർ ചെയ്യുന്ന ആൾക്കാർ നമ്മളൊരു ചോയ്സ് കൊടുക്കുമ്പോൾ അവർ പറയും എന്തൊക്കെ ബജീസ് വേണം. ചിലർ പറയും ചെറിയ പരിപ്പ് വട വേണം എന്ന് പറയും. അപ്പം എന്തൊക്കെ വേണം അത് നമ്മളതിൽ ഇൻക്ലൂഡ് ചെയ്യും. പിന്നെ മറ്റൊരു ലൈവ് കൗണ്ടറിൽ ഫ്രഷ് ജ്യൂസ് ഉണ്ടാവും. ആ ഫ്രഷ് ജ്യൂസും ഒരു സൈഡിൽ അപ്പം തന്നെയാണ് അടിച്ചു കൊടുക്കുന്നത്. അത് വാട്ടർമെലൻ, പിന്നെ അതുപോലെ പൈനാപ്പിള്, അതുകൂടാണ്ട് മിൻറ്റ് ലെമൺ ഉണ്ടാകും. അത് ഓരോരുത്തരുടെ ചോയ്സാണ്. ചിലപ്പോൾ കരിക്കിൻ്റെ ഉണ്ടാകും. അത് പറഞ്ഞിട്ട് ചിലപ്പോൾ ഓറഞ്ച് ജ്യൂസ് ആയിരിക്കും അതിൻ്റെ കൂടെ. ഒരു 2-3 അല്ലെങ്കിൽ ചിലപ്പോൾ 4 ഫ്രഷ് ജ്യൂസ് ആ കൗണ്ടറിൽ ചിലപ്പോൾ കിട്ടുന്നുണ്ടാവും. ഇതെല്ലാം നമ്മുടെ ആരാണോ ക്ലയൻറ്റ് അവർ പറയുന്ന അനുസരിച്ചിട്ടാണ് നമ്മളത് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്.
എന്തായാലും ഞാൻ എല്ലാവരുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ പരിചയക്കാരുണ്ട്, പരിചയം അല്ലാത്ത ആൾക്കാരോടെല്ലാം ഇങ്ങനെ കണ്ടും സംസാരിച്ചും പരിചയം പുതുക്കിയൊക്കെ മുന്നോട്ട് പോവാണ്. പിന്നെ നമ്മുടെ സ്റ്റാഫുകളെല്ലാം തന്നെ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുകയാണ്. ഈ ഒരു ചായ കൗണ്ടറിൽ ലേഡീസാണ്, അപ്പുറത്തെ 2 കൗണ്ടേഴ്സിലും അല്ലാത്ത ആൺകുട്ടികളാണ് നിൽക്കുന്നത്. കയറി വരുന്ന സമയത്ത് ആ ഒരു ഫ്രണ്ടിൽ കാണുന്ന ആ കൗണ്ടേഴ്സിലാണ് സത്യം പറഞ്ഞ പാർട്ടി ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറയാം. കാരണം അവിടെ ഇപ്പോൾ നല്ല തിരക്കായി വരികയാണ്, കുറച്ച് സജീവമായി കഴിഞ്ഞു പുറത്തെ ലൈവ് കൗണ്ടേഴ്സ്. അപ്പോൾ ഇൻസൈഡ് കാഴ്ചകൾ കാണണ്ടേ. ഇൻസൈഡ് കാഴ്ച എന്ന് പറയുമ്പോൾ ഇത് ഇങ്ങനെയാണ്. അതായത് ഇവിടെ പ്രധാനപ്പെട്ട 2 ഫുഡ് കൗണ്ടേഴ്സ് ഉണ്ട്. അല്ലാണ്ട് സലാഡ്സിന് മാത്രമായിട്ടൊരു സാലഡ് കൗണ്ടറുണ്ട്. പിന്നെ അതുകൂടാണ്ട് ഡിസേർട്ട് കൗണ്ടറുണ്ട്. പിന്നെ സൂപ്പിന് മാത്രമായിട്ട് വേറൊരു കൗണ്ടറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ സലാഡ് കൗണ്ടറിൽ മോർ ദാൻ 7 to 8 വെറൈറ്റീസ് ഓഫ് സാലഡ്സ് ഉണ്ട്. അത് കൂടാണ്ട് വെജിറ്റബിൾ കാർവിംഗ് ഉണ്ട്. കാർവിങ്ങിൽ തന്നെ ബ്രൈഡ് ഗ്രൂമിൻ്റെയും ബ്രൈഡിൻ്റെയും അവർ തരുന്ന പിക്ചേഴ്സ് അതിൽ കാർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. സലാഡ് കൗണ്ടറൊക്കെ നല്ല കാണാൻ തന്നെ നല്ല അട്രാക്റ്റീവാണ്. മാത്രമല്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള സാലഡ്സും അവിടെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. 2 മെയിൻ ഫുഡ് കൗണ്ടേഴ്സ് ഉണ്ട്. അപ്പോൾ 2 ഒരേ ഐറ്റംസ് തന്നെ ആയിരിക്കും. പക്ഷേ ആൾക്കാർ ഗസ്റ്റുകൾക്ക് ക്രൗഡ് കൂടുമ്പോൾ 2 ഭാഗത്തായിട്ട് എടുക്കാൻ സൗകര്യമുള്ളത് കൊണ്ട് അങ്ങനെ ഭയങ്കരമായിട്ട് ഓവർ റഷ് ഫീൽ ചെയ്യില്ല കൂടുതൽ ഫുഡ് കൗണ്ടേഴ്സ് ഉണ്ടെങ്കിൽ. ഫുഡ് കൗണ്ടർ സൂപ്പ് കൗണ്ടർ സെപ്പറേറ്റ് ആണല്ലോ, എല്ലാം സെപ്പറേറ്റ് ആണ്. അതുകൊണ്ട് അങ്ങനെ ഒരു ഭയങ്കര എത്ര ആൾ വന്നാലും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഇതൊരു 1000 പേർക്കുള്ള ഒരു കേറ്ററിംഗ് വർക്കാണ്. അതുകൊണ്ട് തന്നെ ഒരു 1000, ചിലപ്പോൾ ഒരു പക്ഷേ 1000-ൽ കൂടുതലും ആളുകളെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ലൈവ് കൗണ്ടേഴ്സൊക്കെ ഈ ഹാളിൻ്റെ വെളിയിലാണ്. കാരണം ഇതിനകത്ത് AC ഹാൾ ആയതുകൊണ്ട് അകത്ത് അടുപ്പൊന്നും കത്തിച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ലൈവ് കൗണ്ടേഴ്സൊക്കെ ജസ്റ്റ് പിന്നാമ്പുറത്താണ് ഹാളിൻ്റെ. അവിടുത്തെ വർക്കും വളരെ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. അതായത് ദോശ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. ഒരു ഭാഗത്ത് പലതരം ദോശ, മസാല ദോശ, തട്ടുദോശ, പൊടി ദോശ, ഇങ്ങനെയൊക്കെ ചൂടായിട്ട് ഉണ്ടാക്കി വെക്കുന്നു. ആ ചൂടായിട്ട് ഉണ്ടാക്കി ഇടുന്നത് തന്നെ അകത്തേക്ക് കൊടുത്തോണ്ടേയിരിക്കും. എടുത്തോണ്ട് പോകാനായിട്ട് വെയിറ്റേഴ്സ് വന്ന് നിൽക്കുന്നുണ്ടാവും. അവരിങ്ങനെ താലങ്ങളിലായിട്ട് കൊണ്ടുപോയിട്ട് നമ്മുടെ അകത്തെ കൗണ്ടേഴ്സിൽ, ഫുഡ് കൗണ്ടേഴ്സിൽ കൊണ്ടുവച്ചിട്ട് ഫില്ല് ചെയ്യും. തീരുന്നത് ഇവിടുന്ന് ചൂടായിട്ട് ഉണ്ടാക്കി അവിടെ കൊണ്ടുവന്ന് ഫില്ല് ചെയ്യുന്നു. അതാണ് അതിൻ്റെ ഒരു പ്രോസസ്സ്. ഇപ്പോഴത്തെ സൈഡിൽ നോക്കിയാൽ ലൈവായിട്ട് പൊറോട്ടാസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അവരും വളരെ ആക്റ്റീവാണ്. പിന്നെ അതിൻ്റെ അപ്പുറത്തായിട്ട് ചപ്പാത്തി മേക്കിങ്ങും ദ്രുതഗതിയിൽ നടക്കുന്നുണ്ട്. 2, 3, 4, 5 ചപ്പാത്തി ഒന്നിച്ച് കുറച്ചൊന്ന് പരത്തിയിട്ട് ഒന്നിനു മുകളിലൊന്ന് അടുക്കിയിട്ട് വീണ്ടും പരത്തി എന്നിട്ട് സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ ഫാസ്റ്റായിട്ട് ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റും. എന്നിട്ട് ചൂടായിട്ട് ഒരു 3-4 ദോശക്കല്ല് പോലെ വലിയ കല്ലുകൾ അവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. അതാണ് ചൂടായിട്ട് ഉണ്ടാക്കാനായിട്ട് പെട്ടെന്ന് സാധിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ചൂട് ദോശ, പൊറോട്ട, ചപ്പാത്തി ഇതൊക്കെ തന്നെ അപ്പോൾ തന്നെ എടുത്ത് അകത്തേക്ക് കൊണ്ടുപോകും. പിന്നെ മറ്റൊരു ഭാഗത്തായിട്ട് നല്ല പഞ്ഞി പോലത്തെ അപ്പം തയ്യാറായിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണിത്. ചൂടായിട്ട് അപ്പവും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം അകത്തേക്ക് കൗണ്ടേഴ്സിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവർക്കും തന്നെ ലൈവ് കൗണ്ടേഴ്സിനാണ് കൂടുതൽ പ്രിഫറൻസ്. കാര്യം പണ്ടത്തെ പോലെയല്ല. ഇപ്പോൾ എല്ലാവർക്കും നല്ല ചൂടായിട്ട് അപ്പം ചുട്ട് കിട്ടുന്നത് കുറച്ചുകൂടെ സ്വാദായിട്ട് ഹാപ്പി ആയിട്ട് കഴിക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ആദ്യമേ തന്നെ ക്ലയൻസ് വരുമ്പോൾ അവർ തന്നെ നമ്മളോട് ചോദിക്കും, നമ്മൾ അവരോട് പറയും ലൈവ് കൗണ്ടേഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് എന്തൊക്കെയാണ് ലൈവ് വേണ്ടത് അത് പറഞ്ഞാൽ മതി, അതനുസരിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഓരോരുത്തരുടെയും റിക്വസ്റ്റ് അനുസരിച്ച് അല്ലെങ്കിൽ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മെനു സെറ്റ് ചെയ്യുന്നത്. വെജ് ഫ്രൈഡ് റൈസ്, വെജിറ്റബിൾ സ്റ്റ്യൂ, ചപ്പാത്തീസ്, ഇതൊക്കെ ലൈവാണ്. ചൂടായിട്ട് അപ്പം, മല്ലി ചട്നി, ടൊമാറ്റോ ചട്നി ആൻഡ് സാധാരണ തേങ്ങാ ചട്നി, സാമ്പാർ. ഇനി ചൂടായിട്ട് ദോശ വരും. പനീർ ബട്ടർ മസാല, വധൂവരന്മാർ നിൽക്കുന്ന ഭാഗമൊക്കെ വളരെ മനോഹരമായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ ഹാളിനകത്താണെങ്കിലും കുറേ പേർക്ക് ഇരുന്ന് കഴിക്കാനായിട്ട് ഒരു ക്ലബ് അറേഞ്ച്മെൻറ്റ്സ് പോലെ ടേബിളും ചെയറും ഒക്കെ
കംപ്ലീറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. സാറ്റിൻ കൊണ്ടെല്ലാം അലങ്കരിച്ച് നന്നായിട്ട് ഫ്രിൽസൊക്കെ ഇട്ടിട്ട് എല്ലാ കസേരകളിലും ഉടുപ്പൊക്കെ ഇടിയിച്ചിട്ട് അങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്. ക്ലബ് അറേഞ്ച്മെൻ്റ് എന്ന് അതിന് പറയുക. അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ കളർ തീം എന്ന് പറഞ്ഞാൽ സ്റ്റേജ് ആണെങ്കിലും ഒരു ഗോൾഡൻ ആൻഡ് വൈറ്റ് തീമാണ്. അതനുസരിച്ചിട്ട് തന്നെയാണ് നമ്മളിപ്പോൾ താഴത്തെ മേശ കസേരകളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ക്ലബ് അറേഞ്ച് ചെയ്തിരിക്കുന്നതുമെല്ലാം ഒരു ഗോൾഡൻ ആൻഡ് വൈറ്റ് തീമാണ്. പിന്നെ നമ്മുടെ ഫുഡ് കൗണ്ടേഴ്സ് എല്ലാം തന്നെ ഒരു വുഡൻ തീം വിത്ത് ഒരു ഗോൾഡൻ കളർ ലൈറ്റ്സ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതെല്ലാം തമ്മിൽ നല്ലതായിട്ട് മാച്ചായി പോകുന്ന ഒരു രീതിയാണ്. ഇപ്പോൾ ഫുഡ് കൗണ്ടർ ആണെങ്കിലും ക്ലബ്ബാക്കി ഇട്ടിരിക്കുന്ന കൗണ്ടേഴ്സ്, ടേബിൾ ആൻഡ് ചെയർസ് ആണെങ്കിലും സ്റ്റേജും എല്ലാം പരസ്പര പൂരിതമായിട്ട് ഒരു തീമാറ്റിക് ആയിട്ട് പോകുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനെല്ലാം. ടോട്ടലി ആംബിയൻസ് വിത്ത് ലൈറ്റ്സ് ആൻഡ് ഫ്ലവേഴ്സ് എല്ലാം കൊണ്ട് നല്ല ഭംഗിയുണ്ട്. ഇപ്പോഴത്തെ പീക്ക് ടൈം ആയി തുടങ്ങി, കുറേ ഗസ്റ്റുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ഡെസേർട്ട് കൗണ്ടറിലാണെങ്കിൽ നല്ല ഹോട്ട് ഗുലാബ് ജാമുൻ വിത്ത് വാനില ഐസ്ക്രീം, അതുകൂടാണ്ട് കോക്കനട്ട് പുഡിങ്ങും ഉണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കായി കഴിഞ്ഞു. എല്ലാവരും ഫുഡൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുപാട് ആൾക്കാരെ ഞാൻ കാണുന്നുണ്ട്. പല ആൾക്കാരും എന്നോട് വന്ന് സംസാരിച്ചിട്ട് തന്നെയാണ് പോകുന്നത്. അതിൽ കുറേയൊക്കെ നമുക്ക് അറിയുന്ന ആൾക്കാരും പരിചയക്കാരും പഴയ സുഹൃത്തുക്കളും ഒക്കെയാണ്. വേറെ കുറേ ആൾക്കാർ നമ്മുടെ വ്ളോഗ്സ് കാണുന്നവരും പിന്നെ നമ്മുടെ എന്താ പറയുക യൂട്യൂബ് ഫാമിലിയുടെ മെമ്പേഴ്സായിട്ടുള്ളവരും, അങ്ങനെ കുറേ പേര്, ഒത്തിരി വെൽവിഷേഴ്സാണ്. കൂടുതലും നമ്മളെ സ്നേഹിക്കുന്നത് തന്നെയാണ് ഞാനിവിടെ കാണുന്നത്. എല്ലാവരും വന്ന് സംസാരിക്കുന്നു, ഫുഡിനെ കുറിച്ച് പറയുന്നു, നല്ല ഭക്ഷണമായിരുന്നു, ഞങ്ങൾക്ക് ഇഷ്ടമായി എന്നൊക്കെ പറയുമ്പോൾ എനിക്കൊരു ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണ്. അപ്പോൾ അതാണ് ഞാനിവിടെ ത്രൂ ഔട്ട്, ഞാനിപ്പോൾ ഏതൊരു കേറ്ററിംഗ് വർക്ക് എടുത്താലും ത്രൂ ഔട്ട് ആ ഒരു ടൈം, ആ ഒരു ദിവസം ഞാൻ അതിനു വേണ്ടി മാറ്റി വയ്ക്കും. ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന തൊട്ട് എൻഡ് വരെ ഞാൻ ഉണ്ടാകും. അതെൻ്റെ ഒരു നിർബന്ധമായ കാര്യമാണ്, ചിട്ടയായിട്ട് ചെയ്യുന്നൊരു കാര്യം തന്നെയാണ്. ഇത് ഉണ്ടാക്കുന്ന സ്റ്റേജിലാണെങ്കിലും ഉണ്ടാക്കുന്ന സമയത്താണെങ്കിലും അത് വിളമ്പുന്ന സമയത്താണെങ്കിലും ഒക്കെ എൻ്റെ ഒരു പ്രസൻസ് എപ്പോഴും ഉണ്ടാവണം എന്ന് എനിക്ക് നിർബന്ധമാണ്. എന്നെ വിശ്വസിച്ച് എന്നെ ഏൽപ്പിക്കുന്ന കാര്യം ഒരു 100% കൊടുക്കണം. അത് എൻ്റെ ഒരു ക്യാരക്ടറിൻ്റെ ഭാഗമാണ്. മാത്രമല്ല അത് അങ്ങനെയാണല്ലോ വേണ്ടതും. നമ്മളെപ്പോഴും ഒരു 100% സിൻസിയർ ആയിരിക്കണം നമ്മൾ ഏത് വർക്കിൽ കമ്മിറ്റ് ചെയ്താലും. അപ്പോൾ ഒരുപാട് തിരക്കായിരുന്നു. അത് കാരണം ഞാൻ വിചാരിച്ചു ഇച്ചിരി നേരം കഴിഞ്ഞിട്ട് സ്റ്റേജിൽ കയറിയിട്ട് വധൂവരന്മാരെയൊക്കെ ഒന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യാമെന്ന്. ഇപ്പോൾ കുറച്ചൊന്ന് തിരക്ക് മാറിയിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഞാൻ സ്റ്റേജിലേക്ക് കയറി വധൂവരന്മാരെ എല്ലാം ഒന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. അവരോടൊപ്പം ഒരു ഫോട്ടോ സെഷനൊക്കെ ഉണ്ട്. എല്ലാവരോടൊപ്പം ഫോട്ടോ ഒക്കെ എടുത്തു. ഞാൻ നോക്കുമ്പോൾ ആക്ച്വലി പറഞ്ഞാൽ ഞാൻ വധുവിൻ്റെ വീട്ടുകാരെയാണ് എനിക്ക് പരിചയം. അവരാണ് എന്നോട് ഈ ഒരു വർക്കുമായിട്ട് വന്നത്. ഈ ഒരു കേറ്ററിംഗ് എടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് ഞാൻ അവരുമായിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇന്നത്തെ ബ്രൈഡ് ഗ്രൂം, അതായത് വരൻ്റെ വീട്ടുകാർ, അമ്മ, ബ്രദർ, അമ്മയുടെ സിസ്റ്റേഴ്സ്, ഇവരെല്ലാവരും എനിക്ക് ഓൾറെഡി അവർക്ക് എന്നെ അറിയാം, എനിക്ക് അവരെ അറിയാം. അപ്പോൾ വീണ്ടും കുറേ വർഷം കഴിഞ്ഞ് അവിടെ വെച്ച് കണ്ടപ്പോൾ വളരെ എന്താ പറയുക സർപ്രൈസ് ആയിരുന്നു. എന്തായാലും എല്ലാവരോടൊപ്പം നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞു. അപ്പോൾ ആ ഒരു കാര്യവും കഴിഞ്ഞു. പ്രോഗ്രാമൊക്കെ വളരെ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു. കാരണം എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. എല്ലാവരും വന്ന് എന്നോട് സംസാരിച്ചിട്ടാണ് പോയത്. മാത്രമല്ല ഇന്നത്തെ വരൻ്റെയും വീട്ടുകാർക്കും ഒക്കെ വളരെ സന്തോഷവും തൃപ്തിയുമായിരുന്നു. എല്ലാവരും വളരെ ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഫൈനലി 9 മണി വരെയും ഞാൻ അവിടെ തന്നെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനി എല്ലാം വൈൻഡപ്പ് ചെയ്ത് തിരിച്ചു പോകുന്ന തിരക്കാണ് എല്ലാവരും. സാധനങ്ങളും ബാക്കി പാത്രം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എൻ്റെ സ്റ്റാഫ് വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരും വാഷ് ചെയ്തിട്ടൊക്കെ. പിന്നെ ഞാൻ ഇപ്പോഴത്തെ ഇറങ്ങുന്നു തിരിച്ച് വീട്ടിലേക്ക്. എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. അങ്ങനെ സന്തോഷത്തോടു കൂടി ഇന്നത്തെ തിരക്ക് പിടിച്ച ദിവസമായിരുന്നെങ്കിലും കുഴപ്പമില്ല, ഹാപ്പി ആയിട്ട് ഒരു എന്താ പറയുക നല്ലൊരു കാര്യം നല്ല രീതിയിൽ അവസാനിച്ചതിൻ്റെ ഒരു സന്തോഷമുണ്ടല്ലോ, ആ ഒരു ഹാപ്പിനെസ്സോടുകൂടി തിരിച്ച് വീട്ടിലേക്ക്. എന്തായാലും വളരെ സന്തോഷമുള്ളൊരു ദിവസം തന്നെയാണ്. നമ്മുടെ ഒരു പേഴ്സണൽ അറ്റൻഷൻ ത്രൂ ഔട്ട് ദ ഫംഗ്ഷൻ ഉണ്ടാകണം എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഞാനത് വീണ്ടും പറയുകയാണ്. കാര്യം എൻ്റെ പ്രസൻസ് എനിക്ക് വേണമെങ്കിലും ഫുഡൊക്കെ കൊടുത്തയച്ചിട്ട് വീട്ടിലിരിക്കാം. പക്ഷെ അങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത്. നമ്മൾ ആ സ്പോട്ടിൽ ഉണ്ടാകണം. കാര്യം എന്തെങ്കിലും ഒരു കുറവ് വരികയാണെങ്കിൽ ഒരു കാഷ്വാലിറ്റി എന്ത് വേണമെങ്കിലും വരാമല്ലോ. ഒരു പക്ഷേ ഫുഡ് തികയാതെ വരാം, വിചാരിച്ചതിനെക്കാട്ടിലും കൂടുതൽ ആൾക്കാർ വരികയാണെങ്കിൽ തികയാതെ വരാം. പിന്നെ സമയത്തിന് കറക്റ്റായിട്ട് കൗണ്ടേഴ്സിൽ സാധനങ്ങൾ എത്തണം. ഒരു എന്താ പറയുക ഒരു ഹിച്ചും ഉണ്ടാകാൻ പാടില്ല. അത്രയ്ക്ക് നമ്മൾ മെറ്റിക്കുലസ് ആയിട്ട് എത്ര പ്ലാൻ ചെയ്താലും നമ്മുടെ ഒരു പ്രസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഓടി നടന്നിട്ട് എല്ലാം പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടോ എന്ന് വെരിഫൈ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. മാത്രമല്ല സ്റ്റാഫിനൊക്കെ നമ്മളും കൂടി ഉണ്ടെങ്കിൽ ഒരു എൻകറേജ്മെൻ്റ് ആണ്. അവർക്കത് കുറച്ചുകൂടി ഒരു മോട്ടിവേഷൻ ആയിരിക്കും കൂടുതൽ നന്നായിട്ട് പെർഫോം ചെയ്യാനൊക്കെ. പിന്നെ എന്താ പറയുക ക്ലയൻസിനും ഭയങ്കര സന്തോഷമാണ് നമ്മുടെ പ്രസൻസും കൂടി അവിടെ ഉണ്ടെങ്കിൽ. അപ്പോൾ അതെല്ലാം ആ രീതിയിൽ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഈ ഒരു കേറ്ററിംഗ് വർക്ക് ഞാനിങ്ങനെ കൂടുതലും ചെയ്യുന്നത് വെഡ്ഡിങ്സ് ആണ്, കല്യാണ സദ്യ, പിന്നെ ഇതുപോലെയുള്ള ഈവനിങ് റിസപ്ഷൻസ്, അങ്ങനെയൊക്കെയാണ് സാധാരണയായിട്ട് ചെയ്യുക. 100 above 100-ന് മേളിലോട്ടുള്ള ഓർഡേഴ്സ് മാത്രമാണ് എടുക്കാറുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ ഒരുപാട് വർക്ക് ഞാൻ കമ്മിറ്റ് ചെയ്യാറില്ല. ഞാൻ വളരെ സെലക്റ്റീവാണ്. എൻ്റെ സമയവും നോക്കിയിട്ട് നേരത്തെ അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഞാൻ ആ ഡേറ്റ് മാറ്റി വെച്ചിട്ടാണ് ഈ വർക്കൊക്കെ ചെയ്യുന്നത്.
അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം എന്നുള്ളവർക്കും പിന്നെ ബുക്ക് ചെയ്യണം എന്നുള്ളവർക്കും കോൺടാക്ട് നമ്പർ ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും, നോക്കിയാൽ മതി. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ.